ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേര. നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും അതേപോലെ അതിൻ്റെ ഓപ്ഷൻസിൻ്റെയും നമുക്ക് 1 മിനിറ്റിലൂടെ കിട്ടിയ ട്രേഡാണ്. മോർണിംഗിൽ തന്നെ നല്ലൊരു ട്രേഡ് കിട്ടിയ ദിവസമാണ് നിഫ്റ്റിയുടെ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 18th നവംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ ഗ്യാപ് ഡൗണിലാണ് നിഫ്റ്റിയും സെൻസെക്സ് ഓപ്പൺ ആയത്. ഗ്യാപ് ഡൗണിൽ നിന്ന് മാർക്കറ്റ് മോർണിംഗിൽ തന്നെ മാർക്കറ്റ് അടിച്ചിറങ്ങിയിരുന്നു. അവിടുന്ന് പുട്ട് ഓപ്ഷൻ നമുക്ക് 26,000 നിഫ്റ്റിയിൽ നല്ല ട്രേഡ് പിടിച്ചിട്ടുണ്ട്. 74 നിന്ന് പോയത് 132 വരെ പോയിട്ടുണ്ട്. 10 മണിക്ക് മുമ്പേ നമ്മൾ ട്രേഡ് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ ഗ്യാപ് ഡൗണിൽ നിന്ന് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം, അതേപോലെ 1 മിനിറ്റിൽ ഏതൊക്കെ ട്രേഡ് റിസ്ക്കിയാണ്, ഏതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ്, 1 മിനിറ്റിലൂടെ കിട്ടിയ ചാർട്ടാണ്. മോർണിംഗിൽ ട്രേഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗിൽ നമുക്ക് ഗ്യാപ് ഡൗണിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഗ്യാപ് ഡൗണിൽ നിന്ന് നമുക്ക് ഓപ്പൺ ആയി നമുക്ക് രാവിലെ സെൽ സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പം ഈ റെഡ് കളർ ഡൗൺ ആരമാണ് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പോൾ ഇപ്പം നിഫ്റ്റി കാണിക്കുന്നത് ഇപ്പോൾ 12-18 വന്ന സിഗ്നലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. 16 തന്ന സെൽ ഇൻഡിക്കേഷനാണ്. അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ചെറുതായിട്ടെന്നിറങ്ങി റിവേഴ്സ് പോയി. ഇപ്പോൾ മോർണിംഗ് ട്രേഡാണ് കുറച്ചുകൂടെ നിഫ്റ്റിയിൽ ആക്യുറേറ്റ്. മോർണിംഗിൽ 1 മിനിറ്റിൽ 11 മണിക്ക് മുമ്പ് നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആക്യുറേറ്റ് ആ ട്രേഡുകൾ കിട്ടും 1 മിനിറ്റിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്ത് അവസാനിപ്പിക്കാം. പക്ഷേ അത് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കൺഫർമേഷനും സ്ട്രോങ് ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കാം, റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അത് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു തരാം. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. നമുക്ക് ഈ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ ഇൻഡിക്കേഷൻ, റെഡ് ആണ് സെൽ. അപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റുകളും. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുന്ന സമയത്ത് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ റെഡ് വന്നിട്ടുണ്ട്, താഴെ ബാർ കളർ നമുക്ക് റെഡ് അല്ല, ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ട്, ഗ്രീനും മാച്ചാണ്, ഇവിടെ മാച്ചാണ്. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി, പക്ഷേ ഇവിടെ സെല്ല് തന്നു, പക്ഷേ താഴെ ആ സമയത്ത് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നു, ചെറുതായിട്ടൊന്ന് ഇറങ്ങി മാർക്കറ്റ് ഇറങ്ങിയ ശേഷം ഇപ്പം തിരിച്ച് പോകാൻ ശ്രമിക്കുന്നത്, പക്ഷേ താഴെ റെഡ് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്കിവിടെ കളർ ചേഞ്ച് ഇവിടെ കാണിച്ചു തന്നു, അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കിവിടെ ട്രേഡ് റിവേഴ്സ് പോകുന്ന നമുക്ക് ഈ സൈഡിൽ നമുക്കിവിടെ കാണിച്ചും തരും നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ കളർ തരുന്നത് സൈഡ് വേസ് ആണ്. അപ്പോൾ താഴത്തെ കൺഫർമേഷൻ പറഞ്ഞ് നമുക്ക് റെഡാണ്, ഇത് ഹോൾഡ് ചെയ്യാം. അല്ല നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ച് വരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ എക്സ്ട്രാ കളർ തരികയാണെങ്കിൽ അവിടെ എക്സിറ്റ് മേടിക്കാം. പിന്നെ അത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനകത്ത് സെൽ ഇൻഡിക്കേഷൻ വരികയാണ്, ബൈ ആണെങ്കിലും നമുക്ക് ആ ലെവൽ താഴത്തെ കൺഫർമേഷൻ പറഞ്ഞ് ക്യാൻഡിൽ കളർ ഒന്നിച്ച് വരുന്നു നോക്കുക, അടുത്തെങ്കിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ ഈ ബൈ ഇൻഡിക്കേഷൻ നമുക്ക് കറക്റ്റ് ലെവലിൽ ഓൾറെഡി നേരത്തെ ബൈ ഉണ്ടായിരുന്നു, അവിടെ ബൈ കയറിപ്പോയതിന് ശേഷം പിന്നീട് വന്ന സിഗ്നലാണ്, അവിടുന്ന് പിന്നെയും കയറിയതുകൊണ്ട് തന്നാണ്, അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ തന്നാണ്. അപ്പോൾ അവിടെ ആക്യുറേറ്റ് ആയിരുന്നു, അവിടുന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. അവിടെ നമുക്ക് കോൾ ഓപ്ഷൻ നമുക്ക് ഏതാണോ നമുക്ക് സ്ട്രൈക്ക് എടുക്കേണ്ടത് അതിൻ്റെ കോൾ ഓപ്ഷൻ പിക്ക് ചെയ്യാം. അതേപോലെ രാവിലെ വന്ന ട്രേഡ് കാണിച്ചില്ല, രാവിലെ വന്ന ട്രേഡിൽ നിന്ന് ഗ്യാപ് ഡൗണിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങിയത്. ഗ്യാപ് ഡൗണിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി ഇറങ്ങി ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അവിടുന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്നാണ് കറക്റ്റ് ട്രേഡ് പോയിരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ സോഫ്റ്റ് അവിടുന്ന് പുട്ടിൻ്റെ നമുക്ക് 26,000 രണ്ടാമത് സിഗ്നൽ തന്നു. ഇവിടുന്ന് മാർക്കറ്റ് ചെറുതായിട്ട് 74 നിന്ന് കയറിയെങ്കിലും ചെറിയൊരു ഹൈക്ക്, അതായത് 93 വരെ കയറിയ ശേഷം മാർക്കറ്റ് തിരിച്ചൊന്നിറങ്ങി രണ്ടാമത് പിന്നെ ആ ബ്രേക്ക് ഔട്ടിൽ അവിടെ സിഗ്നൽ സോഫ്റ്റ് തന്നിരുന്നു. അവിടുന്ന് 84 നിന്ന് പോയതാണ്, 84 നിന്ന് ആ കറക്റ്റ് സിഗ്നൽ അവിടെ കാണിച്ചിരുന്നു, അവിടുന്ന് 133 വരെ പോകുന്നു. നല്ല റിട്ടേൺസ് ആയിരുന്നു. ഹാഫ് ആൻ അവറിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി പ്രോഫിറ്റ് കിട്ടി, നല്ല റിട്ടേൺസ് കിട്ടുന്നു. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. അവിടുന്ന് നിഫ്റ്റി പിന്നെയും ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ ആ സമയത്ത് കറക്റ്റ് ട്രേഡ് നമുക്ക് അവിടെ ഫോം ആയിട്ടുണ്ട്. നിഫ്റ്റിയുടെ നമുക്ക് ഓപ്ഷൻസിൻ്റെ 26,000 5 മിനിറ്റ്സ് നോക്കിയാൽ കാണാം, അവിടുന്ന് ബൈ വന്നു, ഇവിടുന്ന് ട്രേഡ് എടുത്തു. 5 മിനിറ്റ്സിൽ 77 അവിടുന്ന് കറക്റ്റ് നമുക്ക് ബ്രേക്ക് ഇട്ടു. ആ കൺഫർമേഷൻ ഓക്കെ ആയിരുന്നു, അവിടുന്ന് മാർക്കറ്റ് നല്ല രീതി ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ്സ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്, 1 മിനിറ്റിൽ പെട്ടെന്ന് സിഗ്നൽ വരും. അപ്പോൾ നമുക്കൊരു ട്രേഡ് കഴിയുമ്പോൾ അടുത്ത ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യേണ്ട ലെവലും 1 മിനിറ്റ് നോക്കിയാൽ കിട്ടും. അപ്പോൾ രാവിലെ നമുക്ക് രണ്ടും സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്, നമുക്ക് ഹോൾഡ് ചെയ്യണോ ഇവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ നിഫ്റ്റിയുടെ നമ്മുടെ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് 1ഉം സെറ്റ് ചെയ്യാം, 5ഉം സെറ്റ് ചെയ്യാം, രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മോർണിംഗിൽ തന്നെ ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല, നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ. അതേപോലെ ഇപ്പോൾ സെൻസെക്സിലേക്ക് നോക്കുകയാണ്, സെൻസെക്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് സപ്പോർട്ട് അടിച്ച് നല്ല രീതിയിൽ ഇറങ്ങി, പിന്നെ അവിടുന്ന് ഇടയ്ക്കൊരു ബൈ തന്നെങ്കിൽ അത് കൺഫേം ആകാതെ നമുക്ക് തിരിച്ച് മാർക്കറ്റ് പിന്നെ ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ ഒരു ബൈ പോയിരിക്കുന്നത്. ബൈ നല്ല റിട്ടേൺ ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് കയറി, അതിന് ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങിയത്. ഇവിടെ സെല്ല് കൺഫേംഡ് ആണ്, സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്താൽ അടുത്ത ട്രേഡ് പോകും. അപ്പോൾ ആ സമയം നമുക്ക് അടുത്ത ട്രേഡ് പിടിക്കാം, അവിടെ നിന്ന് നമുക്ക് സോഫ്റ്റ്വെയർ റീ എൻട്രി സെഷനായിട്ട് ഇവിടെ നമുക്ക് അടുത്ത ട്രേഡ് നമുക്ക് തരുന്നതാണ്. സെൻസെക്സിൽ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കണ്ടോ സപ്പോർട്ടിനെ അടുത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് അടുത്ത ഒരു ബ്രേക്ക് ഔട്ട്
ഔട്ട് നമുക്ക് സോഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാം. അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് നമുക്ക് പിടിക്കുന്ന കറക്റ്റ് ലെവൽ സോഫ്റ്റ് കാണിച്ചു തരും. ഇവിടെ കണ്ടു, ഇവിടെ ബ്രേക്ക് ചെയ്തു, അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങി. ഇപ്പോൾ ഈ സെല്ല് ഹോൾഡ്, ഇപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ് അവർക്ക് അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി പിന്നെ ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത് നമുക്ക് അവിടെ അടുത്ത ട്രേഡ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി താഴെ സെല്ലുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ആ ട്രേഡ് എടുക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ലാസ്റ്റത്തെ ട്രേഡിൽ നിന്ന് 12-16 വന്ന ട്രേഡിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ 76 പോയിന്റ്സോളം നമ്മൾ പ്രോഫിറ്റിലാണ് നിൽക്കണം. അതേപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് അവിടെ മാർക്കറ്റ് രണ്ടാമത് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പുട്ട് ഓപ്ഷൻ നമുക്ക് ആ 26,000 നോക്കുകയാണെങ്കിൽ പുട്ട് നമുക്ക് ആ 1 മിനിറ്റിൽ നിന്ന് നമുക്ക് ആ ട്രേഡ് പോയിട്ടുണ്ട്. 1 മിനിറ്റിലെ ട്രേഡ് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടുന്ന് ആ ബൈസിക്കിൾ അവിടെ നിന്ന് രണ്ടാമത്തെ ട്രേഡ് നമുക്ക് ഇവിടുന്ന് പോയി 65 നിന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അവിടുന്ന് ചെറിയ റിട്ടേൺ നമുക്ക് 83 വരെ പോയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ റിട്ടേൺ നമുക്ക് 1 മിനിറ്റിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് 1 മിനിറ്റിലൂടെ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് സോഫ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് ലൈവിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.